ഹായ് ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ മീൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ മീനൊന്ന് ഫ്രഷ് ആക്കി എടുക്കാം. അത് കഴിഞ്ഞ് ചട്ടി അടുപ്പിൽ വെച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടി, കറിവേപ്പില ഇവ ഇട്ടിട്ട് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാകത്തിന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ കൂന്തൽ മീൻ അത്യാവശ്യം വേവുള്ളത് കൊണ്ട് ഒരു 1/4 മണിക്കൂറെങ്കിലും ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ശേഷം ആ ചട്ടിയിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കറിവേപ്പില മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി, ഉള്ളി, പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ടത്. അപ്പോൾ ഇവ ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല ഇവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം മൂടിയൊന്നും വെക്കാണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അല്പം മല്ലിപ്പൊടി, ഇതിനൊപ്പം തന്നെ കുരുമുളക് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കട്ടോ. ഞാൻ പിന്നെ ആദ്യം ഇട്ട് കൊടുത്ത് ഇത് വേവിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വേറെ ചേർത്ത് കൊടുത്തില്ല. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ചേർക്കട്ടോ. ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തോണ്ട് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇതിനൊപ്പം തന്നെ അല്പം ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കിച്ചണിൽ ഉണ്ടെന്ന് തോന്നിയാൽ കൂട്ടിനുള്ള ആളാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നല്ല ഫ്രൈ പരുവമായിട്ടുണ്ട് കേട്ടോ. എന്നാലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ല പോലെ വേവിച്ച് വറ്റിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് സമയം കൂടി ഇങ്ങനെ ചെയ്താൽ മതി. നേരത്തെ മീൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുമല്ലോ അതാകുമ്പോൾ. അപ്പോൾ അവസാനം റെഡിയായി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തത് കേട്ടോ. 5 മിനിറ്റ് സമയം വെച്ചാൽ നല്ല ഫ്രൈ പരുവമായി വരും. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല പോലെ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ്, പുതിന ഞാൻ കുറച്ച് മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വീഡിയോ എടുത്തില്ല. കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുകയാണിപ്പോൾ. അപ്പോൾ വെള്ളം നല്ല പോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂന്തൽ മീൻ ഫ്രൈ. ഞാൻ ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോറിന് കറിയൊന്നും ആക്കിയല്ല ഈ ഫ്രൈ കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പപ്പടം കൂടി പൊരിക്കാമെന്ന് വെച്ചു. അങ്ങനെ അതുമായി. അപ്പോൾ കൂന്തൽ മീൻ ഫ്രൈ, ചോറ്, പപ്പടം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൂന്തൽ മീൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സപ്പോർട്ട് ചെയ്യുക.